ഗൈസ്, ഞാൻ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എങ്കിൽ വാ, നമുക്കത് ഉണ്ടാക്കിയേക്കാം. അപ്പം വേണ്ടേ, ഞാൻ നമ്മുടെ കണ്ണനെയായിട്ടോ സെലക്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത് ആദ്യം തന്നെ ഇതൊരു കട്ടിയുള്ള പേപ്പറിലേക്ക് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. ഇതാണ്ട് ഞാൻ ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡിലാണ് ഇനി നമ്മുടെ ബാക്കി പണി. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഈ ഫോട്ടോയുടെ സൈസിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫോട്ടോയ്ക്കുള്ള അളവിനുള്ള കുത്ത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്യുന്നുണ്ടേ. കാർഡ്ബോർഡിലായതുകൊണ്ടാണ് തോന്നുന്നത് വളവും തിരിവിൻ്റെയും പ്രശ്നങ്ങൾ പേനയ്ക്കുമായി. എന്തെങ്കിലും ആകട്ടെ, വരച്ചെടുക്കാം. എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വരയെന്നുള്ളത് കൊണ്ട് എനിക്ക് എളുപ്പമായി കേട്ടോ. എനിക്കിത് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വഴിയില്ല, എന്തായാലും എനിക്ക് വേണം. സ്കെച്ച് പെൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ പിന്നെ പെണ്ണെടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഇനി അതേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തിട്ടാണ്. ഏറ്റവും അവസാനം നമ്മൾ സ്കെച്ച് പെന്ന് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം അല്ലേ. അതായത് നമ്മളപ്പോൾ ഫ്രെയിമിൻ്റെ അളവ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൃഷ്ണൻ്റെ ഫ്രെയിമിന് തുളയിടേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് സംഭവം ഒത്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ എന്താ പണിയെന്നല്ലേ, ഈ ഫ്രെയിമിന് ഒരു കളർ പേപ്പർ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടിച്ചാലോ? അതിന് കളർ പേപ്പർ സെലക്ട് ചെയ്യാം. അതാണ്ട് ഈ ഒരു കളർ പേപ്പർ ആട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ അതിന് കളറ് കുറവായിരിക്കാം, പക്ഷേ ഇത് ശരിക്കും നല്ല കളറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുത്താലോ? അയ്യോ, അല്ലെങ്കിൽ വേണ്ട, നമുക്കിത് ഇങ്ങനെയൊക്കെ എടുക്കാം. ഇതാണ്ടേ, അപ്പം നമ്മളത് കവർ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഈ ഒരു ഫോട്ടോയിലേക്ക് നമുക്കിതിനെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുത്താലോ? ഇതാണ്ടേ, ഞാനത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പൂക്കളും അതൊക്കെ ചെയ്താലോ? എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. പൂക്കളോ സീക്വൻസോ ഉണ്ടെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. എൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, അത് ഒട്ടിച്ചാലോ? ഇതാണ്ടേ, ആ മുത്തം ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നിർത്താനായിട്ട് പുറകെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താലോ? അപ്പോൾ അതിനുള്ള വഴിക്ക് നമുക്ക് കാർഡ്ബോർഡ് വെട്ടി മാറ്റിയിൽ നിന്ന് ഉൽപ്പാദിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് അതിനൊരു ഷേപ്പ് വരച്ചെടുക്കണം. ഇതാണ്ടേ, ഇതാണ് നമ്മൾ ഷേപ്പെങ്കിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്യുക, അല്ല ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതാ ഇങ്ങനെ. അപ്പോൾ എനിക്കിപ്പം അങ്ങനെയൊന്നുമില്ല, എവിടെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു. എന്നാലും ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ ഞാൻ ഈ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വേസ്റ്റായ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് മതി നമുക്ക് അതിന് സ്റ്റാൻഡും കൂടി ബൈക്ക് സ്റ്റാൻഡും കൂടി ഉണ്ടാക്കാനായിട്ട്. ഇനിതാ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഇത് വെട്ടിങ്ങെടുത്തേക്കാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കണം. പിടിപ്പിച്ചും കൂടി കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം.
ഞാനൊരു ഗ്ലൂ എടുത്തിട്ടുണ്ടേ. വേണ്ടേ ഇത് ഇതുപോലെ ഒരിടത്ത് നിരത്തി ചാരി വെച്ച് കൊടുത്ത് ഉണക്കാൻ വെച്ചാൽ മതി കേട്ടോ. ഇത് അടിപൊളിയായിട്ട് നിന്നോളും. പൊട്ടാത്തോണ്ടാണ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രെയിം? കമൻറ്റ് ചെയ്യൂ. ബൈ.